ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ രണ്ടും ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 2/5 ഡിവൈഡഡ് ബൈ 1/2. നമ്മൾ സാധാരണയായിട്ട് ഫ്രാക്ഷനുമായിട്ടുള്ള ഡിവിഷൻ ചെയ്യുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2/5 ഇൻറ്റു 1/2ന്റെ റെസിപ്രോക്കൽ 2/1 ആണ്. 2 ഇൻറ്റു 2 4/5 ഇൻറ്റു 1 5. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4/9 ഡിവൈഡഡ് ബൈ 2/3. 4/9 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 2/3 ഈസ് 3/2. ഇനി നമുക്ക് ഇവിടെ 9ഉം 3യും കട്ട് ചെയ്യാം, 4ഉം 2ഉം കട്ട് ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം, 3ൽ 3 1 ടൈം, 9ൽ 3 3 ടൈംസ്. 2 ഇൻറ്റു 1 ഈസ് 2/3 ഇൻറ്റു 1 ഈസ് 3. അടുത്ത ക്വസ്റ്റ്യൻ 3/7 ഡിവൈഡഡ് ബൈ 8/7. ഇതിന് നമുക്ക് 3/7 ഇൻറ്റു 8/7ന്റെ റെസിപ്രോക്കൽ എഴുതാം, 7/8. ഇവിടെ നമുക്ക് 7ഉം 7ഉം കട്ട് ചെയ്യാം, 3/8 എന്ന ആൻസർ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ 1/3 ഡിവൈഡഡ് ബൈ 3/5. മിക്സ് ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയതിന് ശേഷം വേണം റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. 2 ഇൻറ്റു 3 ഈസ് 6, 6 പ്ലസ് 1 ഈസ് 7/3 ഡിവൈഡഡ് ബൈ 3/5. ഇനി നമുക്ക് 7/3 എഴുതാം, ഇൻറ്റു 3/5ന്റെ റെസിപ്രോക്കൽ എഴുതാം, അത് 5/3 ആണ്. 7 ഇൻറ്റു 5 ഈസ് 35/3 ഇൻറ്റു 3 ഈസ് 9. ഇനി നമുക്ക് 35നെ 9ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 35ൽ 9 3 ടൈംസ്, 3 9s are 27. 5 - 7 പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 15 ആയി, ഇത് 2 ആയി മാറി. 15 - 7 ഈസ് 8. ആൻസർ 3/8/9 എന്നെഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/2 ഡിവൈഡഡ് ബൈ 8/3. ഇവിടെ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 3 ഇൻറ്റു 2 ഈസ് 6, 6 പ്ലസ് 1 ഈസ് 7/2 ഡിവൈഡഡ് ബൈ 8/3 ഈക്വൽസ് ടു 7/2 ഇൻറ്റു 8/3യുടെ റെസിപ്രോക്കൽ 3/8 ഈക്വൽസ് ടു 7 ഇൻറ്റു 3 ഈസ് 21/2 ഇൻറ്റു 8 ഈസ് 16. നമുക്ക് 21നെ 16ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഇൻറ്റു 16 ഈസ് 16. 1 - 6 പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 11 ആയി, ഇത് 1 ആയി. 11 - 6 5, 1 - 1 0. അപ്പോൾ നമ്മുടെ ആൻസർ 5/16 എന്നായി. അടുത്ത ക്വസ്റ്റ്യൻ 2/5 ഡിവൈഡഡ് ബൈ 1/2 ഈക്വൽസ് ടു 2/5 ഡിവൈഡഡ് ബൈ, നമുക്ക് ഈ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 1 ഇൻറ്റു 2 ഈസ് 2, 2 പ്ലസ് 1 ഈസ് 3/2 ഈക്വൽസ് ടു 2/5 ഇൻറ്റു 3/2ൻ്റെ റെസിപ്രോക്കൽ 2/3 ഈക്വൽസ് ടു 2 ഇൻറ്റു 2 ഈസ് 4/5 ഇൻറ്റു 3 ഈസ് 15. അടുത്തത് 1/5 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും മിക്സ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ രണ്ടിനും നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 3 ഇൻറ്റു 5 ഈസ് 15, 15 പ്ലസ് 1 ഈസ് 16/5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3 ഈസ് 3, 3 പ്ലസ് 2 ഈസ് 5/3. ഇനി നമുക്ക് 16/5 ഇൻറ്റു 5/3യുടെ റെസിപ്രോക്കൽ 3/5. ഇനി 16 ഇൻറ്റു 3 ചെയ്യാം. 16 ഇൻറ്റു 3, 6 3s are 18, 8 here, 1 up. 1 into 3 is 3, 3 plus 1 is 4, 48 by 5 into 5 is 25. 48നെ 25 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 into 25 is 25. 8 minus 5 is 3. 4 minus 2 is 2. നമ്മുടെ ആൻസർ 123/2
25 എന്നാണ്. ഇനി അടുത്തത് 2 1/5 ഡിവൈഡഡ് ബൈ 1/5. ഈ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 2 into 5 is 10, 10 plus 1 is 11 by 5 divided by 1 into 5 is 5, 5 plus 1 is 6 by 5 equals to 11 by 5 into 6 by 5-ൻ്റെ റെസിപ്രോക്കൽ 5/6. ഇനി ഈ 5ഉം ഈ 5ഉം കട്ടായി പോയി. നമുക്ക് 11/6 എന്നാണ് കിട്ടിയിട്ടുള്ളത്. 11നെ നമുക്ക് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 into 6 is 6, 11 minus 6 is 5. നമ്മുടെ ആൻസർ 1/5/6. എല്ലാവർക്കും മനസ്സിലായ കൂട്ടുകാരെ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ നമ്മൾ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസും ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങളെല്ലാവരും കാണുമല്ലോ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.